രാഹുൽ മാങ്കൂട്ടത്തിനെ നട്ടപ്പാതിരക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ശേഷം തെളിവെടുപ്പിനും മറ്റും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസുകാരൻ്റെ സ്വകാര്യ കാറിൽ കൊണ്ടുപോകുക, രണ്ട് വിവേചനം പാടില്ല. അവിടെ വരുന്നവരാളുകളെ മുഴുവൻ വിരട്ടുന്നൊരു സമീപനം ഉണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാ? ഈ ഷിംജിതയെ അവിടെ കൊണ്ടുവരുന്നു എന്ന് കരുതിയിട്ടാ? ആ ക്രൂരയായ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ പ്രവൃത്തി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമസ്കാരം. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട ഷിംജിതയെ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയുടെ വടകരയിലുള്ള ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. ഏറെ നാളായി തുടരുന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടുകൂടി വിരാമമായിരിക്കുകയാണ്. ഷിംജിത വിദേശത്തേക്ക് കടന്നു എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഷിംജിതയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാക്കുന്നതിന് മുൻപായി കൊണ്ട് ഷിംജിതയെ കോടതിയിൽ ഹാജരാക്കിയത്? വരുന്ന വഴിക്ക് കുന്നമംഗലത്ത് വെച്ച് വൈദ്യപരിശോധന പോലും നടത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കയിലാണ്. കൊലയാളിയായ ഷിംജിത മുസ്തഫയെ പോലീസ് കൊണ്ടുവരുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ പല കൊലയാളികളെയും പ്രതികളെയും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ നട്ടപ്പാതിരക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ശേഷം തെളിവെടുപ്പിനും മറ്റും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. രണ്ട് വിവേചനം പാടില്ല. കൊലയാളിക്ക് അർഹമായ പരിഗണന തന്നെ കൊടുക്കണം. ഇത് പോലീസുകാരൻ്റെ സ്വകാര്യ കാറിൽ കൊണ്ടുപോകുക, അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ഒരാവശ്യത്തിന് നാട്ടിലുള്ള കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇതേ സമയത്ത് ഈ സംഭവം എനിക്കറിയില്ലായിരുന്നു. സമയത്ത് പോയപ്പോൾ അവിടെ ഒരു 3:30 മണിക്കുണ്ടായിരുന്ന പാറാവുകാരനും ബാക്കിയുള്ള പോലീസുകാരും അവിടെ വരുന്നവരാളുകളെ മുഴുവൻ വിരട്ടുന്നൊരു സമീപനം ഉണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാ? ഈ ഷിംജിതയെ അവിടെ കൊണ്ടുവരുന്നു എന്ന് കരുതിയിട്ടാ? അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ്? ആ കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട്, ആ ക്രൂരയായ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ പ്രവൃത്തി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് സർക്കാർ അതിന് സമാധാനം പറയണം. ആരാണ്? ആഭ്യന്തരമന്ത്രിയാണ് അതിന് സമാധാനം പറയേണ്ടത്. ഇത്തരത്തിൽ നീതി നിഷേധം അനുഭവിച്ച ഈ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് വേണം. അതല്ലെങ്കിൽ പൊതുസമൂഹം ഏത് രീതിയിലാണ് ജാതി മതഭേദമന്യേ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അധികാരികൾക്ക് ഉണ്ടാകണമായിരുന്നു. ലൈംഗികാതിക്രമം ഉന്നയിച്ചുകൊണ്ട് ഷിംജിത മുസ്തഫ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയും അതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണവും അതിന്റെ മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നുള്ളത് ആദ്യ ദിവസം മുതൽ തന്നെ ദീപകിന്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ആരോപിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ തങ്ങൾ ഉന്നയിച്ചതിന് ശേഷവും പോലീസ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല എന്നുള്ളൊരു വലിയ ഗുരുതരമായ പരാതിയും അവർ ആ സമയത്ത് തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വലിയ ജനരോഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായതിനു ശേഷമാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. അപ്പോൾ പോലും IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായില്ല എന്നുള്ളൊരു വലിയ ആരോപണം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് പിന്നീട് കഴിഞ്ഞ ദിവസം ഷിംജിത മുസ്തഫയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു വലിയ ആരോപണമാണ് BJP പ്രവർത്തകർ അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു വിഷയവും. എന്തുകൊണ്ടാണ് പോലീസ് ഷിംജിനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇന്നലെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ഷിംജിത മുസ്തഫയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.